ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ കൊണ്ട് ഒരു നല്ല നാടൻ ചെമ്മീൻ കറി. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനായി ഞാൻ ഒരു 7 കുടം വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 15 പീസ് ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി നമുക്ക് ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടിയിട്ട് ചതയ്ക്കാം. ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം വെളിച്ചെണ്ണ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിലോട്ട് നമുക്ക് ഒരു മുറി തേങ്ങയുടെ പാലൊഴിക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് സ്ക്വീസ് ചെയ്യാം. ഇനി നമ്മൾ ചെമ്മീൻ അതിലോട്ട് ഇടാം. ചെമ്മീൻ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. അടച്ച് ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്കിനി ഒരു പാൻ അടുപ്പിലോട്ട്, ഒരു ചട്ടി ആണ് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കടുകിടാം. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മൾ ചെമ്മീൻ ഇതിലോട്ട് ഇടാം. നമുക്കിത് ഒത്തിരി കുക്ക് ചെയ്യരുത്. ഒത്തിരി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് ചെമ്മീൻ വലുതായിട്ട് കുക്ക് ചെയ്യൂല. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചെമ്മീൻ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിനരിഞ്ഞതും ഒരു പച്ചമുളക് നീളത്തിനരിഞ്ഞതും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇടാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഒരു ലൈക്കും ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് നമുക്ക് പത്തിൻ്റെ കൂടെ, നാടനരി ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ കറിയാണ്. നല്ല നാടൻ ചെമ്മീൻ കറി. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ബൈ.